Good morning. Good morning, Miss. സുഖാണോ എല്ലാവർക്കും? സുഖമാണ് മിസ്. സുഖമാണ് മാം. കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതൊക്കെ വായിച്ചു നോക്കിയിട്ടുണ്ടോ? നോക്കിയിട്ടുണ്ട് മാം. ഒന്ന് വായിച്ചു നോക്കി. 2 മിനിറ്റ് 2 മിനിറ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാം. ചോദിക്കുന്ന ആള് മാത്രം ആൻസർ പറഞ്ഞാൽ മതി കേട്ടോ. ഓക്കെ. അഡ്മിഷൻ പ്രൊസീജിയർ ത്രൂ OPD. അഡ്മിഷൻ പ്രൊസീജിയർ ത്രൂ OPD. അശ്വതി അജീഷ് എന്ന് പറഞ്ഞേ, എങ്ങനെയാണ് അഡ്മിഷൻ പ്രൊസീജിയർ OPD ഡിപ്പാർട്ട്മെന്റിലെ? പറഞ്ഞു മോളെ. Receiving the patients, recording of social data. എങ്ങനെയാണ് റിസീവിംഗ് പേഷ്യൻസിനെ നമ്മൾ സ്വീകരിക്കണം. അവർക്കൊരു പേഷ്യന്റിന് ഒരു കംഫർട്ട് ഫീൽ നമ്മൾ ഉണ്ടായിരിക്കണം. അവരെ വെൽക്കം ചെയ്യണം പേഷ്യന്റിനെ. പിന്നെ അവർക്ക് എമർജൻസി കണ്ടീഷൻസ് വരുവാണെങ്കിൽ അതിനാദ്യം ട്രീറ്റ്മെന്റ് കൊടുക്കണം. അവരെ വെൽക്കം ചെയ്യുന്നത് നേഴ്സ് അല്ലെങ്കിൽ ഡോക്ടേഴ്സ് ഒക്കെ ആയിരിക്കും. പിന്നെ റെക്കോർഡിംഗ് ഓഫ് സോഷ്യൽ ഡാറ്റ, ക്ലർക്ക് അവരുടെ എസെൻഷ്യൽ ഡാറ്റാസ് റെക്കോർഡ് ചെയ്ത് വെക്കണം. പേഷ്യന്റിന്റെ നെയിം, ഏജ്, എഡ്യൂക്കേഷൻ, സെക്സ്, അഡ്രസ്, ഓക്യുപേഷൻ, റിലീജിയൻ, ഇൻകം, അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്ത് വെക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് അഡ്മിഷൻ ഡിപ്പാർട്ട്മെന്റ്. എന്തൊക്കെ ഉത്തരവാദിത്തങ്ങളാണ് അഡ്മിഷൻ ഡിപ്പാർട്ട്മെന്റിനുള്ളത്? സുഷ ഒന്ന് പറഞ്ഞേ. സുഷ. മാം, gather patient information എന്ന് വെച്ചാൽ നെയിം, ഏജ്, സെക്സ്, അഡ്രസ്, മൊബൈൽ എന്നെല്ലാം അവിടെ റെക്കോർഡ് ചെയ്ത് വെക്കും. പിന്നെ പ്രിപ്പയർ മെഡിക്കൽ റെക്കോർഡ് ഉണ്ടാവും. അതിനെ പറ്റിയിട്ട് തന്നെ പ്രിപ്പയർ പേഷ്യന്റ് ഐഡന്റിഫിക്കേഷൻ ഉണ്ടാവും എന്തെല്ലാം. പിന്നെ കിടന്ന് ചികിത്സിക്കുന്ന രോഗിയൊക്കെ ബ്രേസ്ലെറ്റ് പ്രൊവൈഡ്, കയ്യില് ബ്രേസ്ലെറ്റ് പ്രൊവൈഡ് ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ ഏത് ഡോക്ടറെയാണോ കൺസൾട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ കൺസൾട്ട് ചെയ്യുന്നവർ അതുമല്ല കാര്യങ്ങളും അതിൻ്റെ അകത്ത് ഉണ്ടാവും. അലർജി പിന്നെ വോട്ട് ചെയ്ത് വെക്കണം. പിന്നെ അലർജി ഉണ്ടെങ്കിൽ അത് റെക്കോർഡ്, അങ്ങനത്തെ എന്തെങ്കിലും ഇതില്ലതാണെങ്കിൽ അങ്ങനെ റെക്കോർഡ് ചെയ്ത് വെക്കും. പിന്നെ വൈറ്റ് കളർ ബ്രേസ്ലെറ്റിലാണെങ്കിൽ ഇൻപേഷ്യന്റ് അവിടെ വന്നിരിക്കുന്ന കിടത്തി ചികിത്സിക്കുന്ന രോഗികൾക്ക് അത് പ്രൊവൈഡ് ചെയ്യും. റെഡ് കളറിലാണെങ്കിൽ അലർജീസ് ഉള്ള റെയർ കെയർ കേസുള്ള രോഗികൾക്കാണ് അത് പ്രൊവൈഡ് ചെയ്യുന്നത്. യെല്ലോ കളറിലാണെങ്കിൽ പ്രമേഹ രോഗികൾ, കിഡ്നി സംബന്ധമായ രോഗികൾക്കെല്ലാം ഐഡന്റിഫൈ ആയിട്ട് ചെയ്യുന്നത്. യെല്ലോ കളർ ബ്രേസ്ലെറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. ബ്ലൂ കളർ ഉള്ളവർക്ക് ICU പേഷ്യന്റിന് പ്രൊവൈഡ് ചെയ്യുന്നത്. ഹൈ റിസ്ക് ഉള്ള രോഗികൾക്കാണ് ബ്ലൂ കളർ. ഗ്രേ കളർ ഡയാലിസിസ് ഓർ എമർജൻസി കണ്ടീഷനിലൊക്കെ ഉള്ളവർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗ്രേ കളർ യൂസ് ചെയ്യുന്നത്. പിന്നെ കൺസെന്റ് ഫ്രം സൈനഡ്, സമ്മതപത്രം. അവരെടുക്കുന്ന സ്വന്തം റിസ്കിലാണ് ചെയ്യുന്നതെന്നില്ല സമ്മതപത്രം അവരെ കൊണ്ട് സൈൻ ചെയ്യിപ്പിക്കും.
ഇനീഷ്യൽ ഓർഡേഴ്സ് ഒബ്റ്റെയിൻ ഡോക്ടർ സർജറി ഡോക്ടറിന് അവിടെയുള്ള ഡോക്ടറിന്റെ കയ്യിൽ നിന്ന് ഓർഡർ സ്വീകരിക്കണം. പിന്നെ നെക്സ്റ്റ് എന്താ പറയണം? ഇൻഫോം ടു ഫ്ലോർ വാർഡ് നേഴ്സ്. ഓരോ ഡിപ്പാർട്ട്മെന്റിനും ഹെഡുകളായിട്ട് നേഴ്സിനെ അവരെ അറിയിക്കണം, ഇൻഫോം ചെയ്യണം. ഇഷ്യൂ ദ വിസിറ്റേഴ്സ് പാസ് അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷൻ. നമ്മൾ രോഗികളെ കാണാൻ പോകുന്നതിന് അതിന് പാസ്, വിസിറ്റേഴ്സിന് പാസ് പോകുന്ന സമയവും കാലവും എല്ലാം ഉണ്ടാവും. അത് കയറി രോഗികളെ സന്ദർശിക്കാനുള്ള സമയവും ഇതെല്ലാം ഉണ്ടാവും. ഓക്കെ, ഇനി നെക്സ്റ്റ് എക്സിൽ എന്താ പറയണേ? പിന്നെ കുറച്ച് എമൗണ്ട് കഴിഞ്ഞിട്ടാകുമ്പം അടച്ചതിന് ശേഷം നമുക്ക് റൂം പ്രൊവൈഡ് ചെയ്യും. റൂം കിട്ടാൻ വേണ്ടിയിട്ട് ഇത്രയും തുക കുറവാണെങ്കിൽ കുറച്ച് ഫെസിലിറ്റീസ് അവിടെ പ്രൊവൈഡ് ചെയ്യുള്ളൂ അല്ലേ? പിന്നെ കുറച്ച് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യും. പിന്നെന്താണ് ഫൈനൽ ബില്ല് അടയ്ക്കുമ്പോ എങ്ങനെയാണ്? ഡിസ്ചാർജ് ആകുമ്പോ ഫൈനൽ ബില്ല് നമ്മൾ അടയ്ക്കുള്ളൂ. അപ്പൊ എങ്ങനെയാണ് ക്യാഷ് കൊടുക്കേണ്ടത്? ഈ അടച്ച തുകയെന്ന് കിഴിച്ചിട്ട് വേണം ഫൈനൽ ബില്ല് അടയ്ക്കാനായിട്ട്. അടച്ച തുക കഴിച്ചിട്ട്. ഓക്കെ. റെസ്പോൺസിബിലിറ്റീസ് ഓഫ് നേഴ്സ്. ഫാദി ഒന്ന് പറഞ്ഞേ. ഫാദി ആമി ഒന്ന് പറഞ്ഞേ. എന്തൊക്കെ റെസ്പോൺസിബിലിറ്റീസ് ആണ് നേഴ്സിനുള്ളതെന്ന്? ഫാദി ഉണ്ടോ? ഷഹീന. പറഞ്ഞോ മോളെ. പ്രിപ്പയർ റൂം. അത് രോഗിയുടെ ആവശ്യപ്രകാരം വേണം റൂം നീറ്റ് ആൻഡ് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ബെഡിന്റെ രോഗിയുടെ ഹൈറ്റ് അനുസരിച്ച് ബെഡ് അഡ്ജസ്റ്റ് ചെയ്യുക. ഐഡന്റിഫിക്കേഷൻ ഓഫ് സെൽഫിൽ എന്തൊക്കെയാ വരുന്നത്? രോഗിയെ അതില് വെൽക്കം പേഷ്യന്റ് ആൻഡ് ഹിസ് ഫാമിലി. രോഗിയെയും അവരുടെ ഫാമിലിയെയും വെൽക്കം സ്വാഗതം ചെയ്യുന്നത്. പിന്നെ ബ്ലഡ് കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ ബെഡൊക്കെ വിരിച്ചിടുക. പിന്നെ അവർക്ക് നല്ല കംഫർട്ടബിൾ ഫീലിംഗ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. പിന്നെ ലെസൺ ആങ്സൈറ്റി. അവർക്ക് ഒരു ഫിയർ, അവർക്ക് നമ്മള് അവരുടെ എന്താണ് അവരുടെ അസുഖം എന്നുള്ളതൊക്കെ നമ്മൾ അവരോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് അതിനെ ഒന്ന് അവർക്ക് ആശ്വാസം നൽകുന്ന രീതിയിൽ അവരോട് പറയണം. അത് ലൊക്കേഷൻ ഓഫ് നേഴ്സ് സ്റ്റേഷൻ. അത് നേഴ്സൊക്കെ ഇരിക്കുന്ന സ്ഥലം എവിടെയാണെന്നുള്ളത് അവർക്ക് പറഞ്ഞു കൊടുക്കണം. പിന്നെ റൂം ബൗണ്ടറീസ് എന്ന് പറയുന്ന അതാത് അവരുടെ പേഷ്യന്റ് റൂമിനുള്ളിനകത്തായിരിക്കണം അവരുടെ ആ ഏരിയ എന്ന് പറയുന്നത്. ബൗണ്ടറിക്കകത്തായിരിക്കണം ഇരിക്കേണ്ടത്. പിന്നെ ക്ലോത്ത് ഒക്കെ വെച്ചിരിക്കുന്ന സ്ഥലം അത് എവിടെയാണെന്നുള്ളത് അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ ക്ലോത്ത് എടുക്കാൻ വേണ്ടിയിട്ടുള്ള രീതി അത് എവിടെയാണെന്നുള്ളത് അവർക്ക് പറഞ്ഞു കൊടുക്കുക. പിന്നെ അലേർട്ട് സൈൻ ലൈറ്റുകൾ, നേഴ്സിനെയൊക്കെ ഇൻഫോം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സൈൻ ലൈറ്റ് ഒക്കെ എവിടെയാണെന്നുള്ളതൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കുക. ക്ലിയർ ആയില്ലേ പോർഷൻ? നെക്സ്റ്റ് എടുക്കാം നമുക്ക്. ഒരു കാര്യം ചോദിക്കട്ടെ? പറഞ്ഞോ. മറ്റേ ഇന്നലെ മോക്ക് ടെസ്റ്റിന് അതൊരു ക്വസ്റ്റ്യൻ്റെ ആണ്, ഐഡന്റിഫൈ ദ പ്രൊസീജിയർ ഓഫ് അഡ്മിഷൻ ത്രൂ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ ആൻസേഴ്സ് പിന്നെ അതിനകത്ത് 4 ഓപ്ഷൻ ഉണ്ടല്ലോ, 3, 2, 4, 5. ആൻസർ അന്നേരം 2 ആണല്ലോ. അതെങ്ങനെയാ? അത് ഞാൻ കഴിക്കുന്നത് മൊത്തത്തിലുള്ള അതിന്റെ കണക്ക്. പ്രൊസീജിയർ ത്രൂ OP ഡിപ്പാർട്ട്മെന്റ്. ഏതൊക്കെ പ്രൊസീജിയർ ആണ്? റിസീവിംഗ് ദ പേഷ്യന്റും റെക്കോർഡിംഗ് ഓഫ് സോഷ്യൽ. 2 പ്രൊസീജിയർ അല്ലേ കൊടുത്തിരിക്കുന്നത്? അതാണ് ഞാൻ വിചാരിച്ച മെഡിക്കൽ എക്സാമിനേഷൻ, OPD, ട്രാൻസ്പോർട്ടിങ്, മറ്റേ റിസീവിംഗ് പേഷ്യന്റ് ബൈ വാർഡ് സിസ്റ്റം, അങ്ങനെ 5 എണ്ണം ഉണ്ടെന്നാ ഞാൻ വിചാരിച്ചത്. അതിനകത്ത് ഓപ്ഷൻ 5 ഉണ്ട്. അപ്പൊ ഞാൻ 5 അടിച്ചത് കേട്ടോ. അപ്പൊ ഇത് 2 ആണ് ഉത്തരം ഇല്ലേ? 2 ഉണ്ട്. അതിന്റെ ഇത് ഹെഡിങ് നോക്കിയിട്ട് നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കണം കേട്ടോ.
ചിലപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോ അഡ്മിഷൻ പ്രൊസീജിയർ ത്രൂ OP ഡിപ്പാർട്ട്മെന്റ് എന്നല്ല കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതിനകത്ത് 2 പ്രൊസീജിയർ ആണ്, റിസീവിംഗ് ദ പേഷ്യന്റും അതുപോലെ തന്നെ സോഷ്യൽ മാറ്റർ റെക്കോർഡ് ചെയ്യുന്നതും. 2 പ്രൊസീജിയർ ആണ്. ഓക്കെ, അതാണ് 2ന്ന് ആൻസർ കൊടുത്തിരിക്കുന്നത് കേട്ടാ. ക്ലിയർ ആയോ? ക്ലിയർ ആയി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എടുത്തോട്ടെ മിസ്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ഇട്ടാൽ മതി കേട്ടോ. ഇനി നമ്മുടെ നെക്സ്റ്റ് പോർഷൻ ആണ് ഗ്യാദർ ഇൻഫർമേഷൻ റിലേറ്റഡ് ടു. എന്താണ് ഫസ്റ്റ് പോയിന്റ്? എന്താണ് മെഡിക്കൽ ഓർഡേഴ്സ് അല്ലെ. എങ്ങനെയാണ് മെഡിക്കൽ ഓർഡേഴ്സ് എന്ന് പറഞ്ഞാല്, അല്ലെങ്കിൽ എന്താണ് മെഡിക്കൽ ഓർഡേഴ്സ് എന്ന് പറഞ്ഞാല് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ആരുടെ കയ്യിൽ നിന്നാണ് മെഡിക്കൽ ഓർഡേഴ്സ് സ്വീകരിക്കുന്നത്? നഴ്സുമാര്. ആരുടെ കയ്യിൽ നിന്നായിരിക്കും മെഡിക്കൽ ഓർഡേഴ്സ്? ഡോക്ടറുടെ കയ്യിൽ നിന്നായിരിക്കും അല്ലെ. അപ്പൊ ഡോക്ടർമാര് പറഞ്ഞിരിക്കുന്നത് അനുസരിച്ചിട്ട് ഓരോ ഓർഡേഴ്സുകളും അല്ലെങ്കിൽ അഡ്വൈസുകൾ അല്ലെ, ഉപദേശം തേടിയതിനു ശേഷമാണ് നഴ്സുമാർ ഇത് രോഗികൾക്ക് വേണ്ട ടെസ്റ്റുകളും അല്ലെങ്കിൽ MRI ടെസ്റ്റ്, ലാബ് ടെസ്റ്റ് അങ്ങനെയുള്ള ടെസ്റ്റുകൾക്കൊക്കെ അറേഞ്ച്മെന്റ്സുകൾ ചെയ്യുന്നത്. അപ്പൊ എന്താണ് ഫസ്റ്റ് വൺ പറഞ്ഞത്? മെഡിക്കൽ ഓർഡേഴ്സ് ആണ്. ഡോക്ടറുടെ കയ്യിൽ നിന്ന് ഉപദേശങ്ങള്, അഡ്വൈസ് അല്ലെങ്കിൽ ഓർഡേഴ്സ് ആര് സ്വീകരിക്കുന്നു? നഴ്സുമാര് സ്വീകരിച്ചിട്ട് എന്ത് ചെയ്യുന്നു? അതിനുള്ള അറേഞ്ച്മെന്റ്സുകൾ നടത്തുന്നു. അതാണ് മെഡിക്കൽ ഓർഡേഴ്സിൽ വരുന്നത്. പിന്നെ എന്താണ് ട്രീറ്റ്മെന്റ് അല്ലെ. ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ അറിയാലോ നിങ്ങൾക്ക്. എന്താണ് രോഗികൾക്ക് പറഞ്ഞു കൊടുക്കണം അല്ലെ, ഇത് എന്തിനുള്ള മരുന്നുകളാണ് അല്ലെങ്കിൽ എന്തിനുള്ള ട്രീറ്റ്മെന്റുകളാണ് നിങ്ങൾക്ക് ഇപ്പോൾ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ രോഗികളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അതാണ് ട്രീറ്റ്മെന്റിൽ വരുന്നത്. ട്രീറ്റ്മെന്റ് എന്നാണ് പറഞ്ഞത്. ഇങ്ങനെ ഇപ്പോ ചില ഛർദിക്കുള്ള അല്ലെങ്കിൽ അലർജിക്കുള്ള മരുന്നുകളൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോ ഇങ്ങനെയുള്ള മരുന്നുകൾ കൊടുക്കുന്നത് അലർജി മാറാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയുള്ള ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പഠിച്ചാൽ മതി. അപ്പൊ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത് എന്തിനാണ്? എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് മരുന്നുകൾ നൽകുന്നത്? ഇന്ന രോഗത്തിന് വേണ്ടിയിട്ടാണ്, ഇന്നത് മാറാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ പ്രഷർ കുറയാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ രോഗികളെ പറഞ്ഞ് എന്ത് ചെയ്യാം? മനസ്സിലാക്കി കൊടുക്കണം. എന്തിനു വേണ്ടിയിട്ടാണ് ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് എന്നുള്ളത്. ഇനി ഓക്കെ, ലാബ് റിസൾട്ടുകൾ അല്ലെ. ലാബ് റിസൾട്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ബ്ലഡ് ടെസ്റ്റ്, യൂറിൻ ടെസ്റ്റ് ഒക്കെ നടത്തില്ലേ? MRI ടെസ്റ്റുകൾ അല്ലെ. അതുപോലെയുള്ള ടെസ്റ്റുകൾ നടത്തുന്നതിനെയാണ് ലാബ് റിസൾട്ട് അല്ലെ. ലാബ് റിസൾട്ട് എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള, ഇപ്പോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പ്രമേഹ രോഗിയുടെ ബ്ലഡ് ചെക്ക് ചെയ്തപ്പോ എന്താണ്? ഗ്ലൂക്കോസിന്റെ അളവ് കൂടുതലാണ് അതിനകത്ത്. അപ്പൊ എന്ത് ചെയ്യാം? രോഗികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോ നിങ്ങൾക്ക് ഗ്ലൂക്കോസിന്റെ അളവ് കൂടുതലാണ്. അപ്പൊ അടുത്ത ടെസ്റ്റ് ചെയ്യുമ്പോൾ ആഹാരത്തിൽ ശ്രദ്ധിക്കണം. അപ്പൊ അത് എന്താണ്? കുറഞ്ഞു വരും. അപ്പൊ നിങ്ങൾക്ക് പ്രമേഹം നോർമലായിട്ട് മാറും അതിന്റെ ഇത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ രോഗികളെ പറഞ്ഞ് നഴ്സുമാരെ മനസ്സിലാക്കിച്ച് കൊടുക്കണം. അതാണ് ലാബ് റിസൾട്ടിൽ വരുന്നത്. ഇനി എന്താണ്? ഓരോ ടെസ്റ്റുകൾ നടത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് അല്ലെ. ബ്ലഡ് ചെക്ക് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇപ്പൊ ഫീവർ ആയിട്ട് വന്നു, അപ്പൊ എന്താണ്? ബ്ലഡിൽ എന്തെങ്കിലും അണുക്കൾ കൂടിയിട്ടുണ്ടോ, ESR കൂടുതലാണ് എന്നൊക്കെ നോക്കുന്നതിന് വേണ്ടിയിട്ടാണ് പല ബ്ലഡ് ടെസ്റ്റുകളൊക്കെ നമ്മൾ നടത്തുന്നത്. അപ്പൊ അത് എന്തിനു വേണ്ടിയിട്ടാണ് ടെസ്റ്റുകൾ നടത്തുന്നതെന്ന് രോഗികളെ പറഞ്ഞ് മനസ്സിലാക്കിച്ച് കൊടുക്കണം. ഇനി എന്താണ്? ഡയറ്റ് അറിയാലോ. ഡയറ്റ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇപ്പൊ എന്താണ്? പറയുന്നത്? റെസ്പോൺസിബിലിറ്റീസിന്റെ ബാക്കിയാണ് കേട്ടോ ഇത്. ബാക്കി പോയിന്റുകളാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ്? ഡയറ്റിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? എന്താണ്? ചിലവർക്ക് ചില മരുന്നുകൾ അല്ലെങ്കിൽ മരുന്നുകളൊക്കെ കഴിക്കുമ്പോൾ ഇന്ന ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ എന്താണ്? ഫുഡ് കഴിക്കുമ്പോൾ അങ്ങനെ അനുസരിച്ച് വേണം, ആ ആരോഗ്യ ക്രമത്തിൽ വേണം ഫുഡ് കഴിക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് നഴ്സ് മനസ്സിലാക്കി കൊടുക്കണം. ആരെ? പേഷ്യന്റിനെ. ഇനി എന്താണ്? ന്യൂട്രീഷൻ ഫുഡ് അങ്ങനെയുള്ള ഫുഡുകളൊക്കെ കഴിക്കാൻ പറയണം. പിന്നെന്താണ്? ആക്ടിവിറ്റി അല്ലെ. ചിലവർക്ക് എന്താണ്? ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്യുന്ന രോഗികളുണ്ടാവും. അപ്പൊ എന്താണ്? ഇന്ന ഡേറ്റിന് ഇന്ന സമയത്താണ് ഫിസിയോതെറാപ്പി ഡോക്ടർ വരുന്നത്, എന്താണ്? ഇന്ന ദിവസമാണ്, ഇന്ന ടൈമിനാണ് എന്നൊക്കെ പറഞ്ഞ് രോഗികളെ മനസ്സിലാക്കി കൊടുക്കണം. അപ്പൊ ആ തീയതി അല്ലെങ്കിൽ ആ സമയമാകുമ്പോൾ നിങ്ങൾ തയ്യാറായിട്ടിരിക്കണം.
അല്ലെ അവിടെ അഡ്മിറ്റ് ആവുന്ന രോഗികളെയൊക്കെ എന്താണ് ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ബുധനാഴ്ചയാണ് ഡോക്ടർ വരുന്നത്, 11 മണിയാകുമ്പോൾ ഡോക്ടർ വരും എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അതാണ് ആക്ടിവിറ്റിയിൽ വരുന്നത്. അപ്പൊ എന്താണ് 4th പോയിന്റ് ആണ് ഗ്യാദർ ഇൻഫർമേഷൻ റിലേറ്റഡ് ടു എന്ന് പറഞ്ഞിട്ട്. അതിനകത്തുള്ള പോയിന്റുകളാണ് എന്ത് മെഡിക്കൽ ഓർഡേഴ്സ് അല്ലെ, ഡോക്ടർമാരുടെ ഉപദേശം അല്ലെങ്കിൽ അഡ്വൈസ് സ്വീകരിച്ചിട്ട് വേണം നഴ്സുമാര് രോഗികൾക്ക് വേണ്ട അറേഞ്ച്മെന്റ്സുകൾ നടത്താനായിട്ട്. പിന്നെ അതുപോലെ തന്നെ ട്രീറ്റ്മെന്റ് എന്തിനു വേണ്ടിയിട്ടാണ് ഈ എന്താണ് ട്രീറ്റ്മെന്റ് നടത്തുന്നതെന്ന് അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് ചികിത്സ നടത്തുന്നത് എന്നുള്ള കാര്യങ്ങൾ രോഗികളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. പിന്നെന്താണ് ലാബ് റിസൾട്ടുകൾ പറഞ്ഞില്ലേ, പ്രമേഹ രോഗിയുടെ കാര്യം പറഞ്ഞില്ലേ. അപ്പൊ എന്താണ് ഗ്ലൂക്കോസിന്റെ അളവ് കൂടുതലായിരുന്നു, അതുകൊണ്ട് എന്താ ചെയ്യാ ആരോഗ്യം ക്രമീകരിക്കുക. അപ്പൊ എന്താണ് നെക്സ്റ്റ് ചെക്ക് ചെയ്യുമ്പോൾ എന്താണ് ഈ പ്രമേഹത്തിന്റെ അളവ് കുറയും. അപ്പൊ എന്താണ് പ്രമേഹം നോർമൽ ആയിട്ട് മാറും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. പിന്നെ ടെസ്റ്റുകൾ എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ള കാര്യങ്ങൾ, ഡയറ്റ് പ്ലാനോട് കൂടിയിട്ട് വേണം എന്ത് ഭക്ഷണക്രമം നടത്താനായിട്ട്, ഭക്ഷണം കഴിക്കാനായിട്ട് എന്നുള്ള കാര്യം പറഞ്ഞു കൊടുക്കാം. പിന്നെന്താണ് ആക്ടിവിറ്റീസ്, ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്യുന്ന രോഗികൾ ഉണ്ടെങ്കിൽ അപ്പൊ ഡോക്ടർ ഇപ്പൊ വരും, ഏത് ദിവസമാണ് വരുന്നത്, ഏത് ടൈമിനാണ് വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അതാണ് ഗ്യാദർ ഇൻഫർമേഷൻ റിലേറ്റഡ് ടു എന്നുള്ള കാര്യങ്ങൾ. ക്ലിയർ ആണോ? പോയിന്റ്സ് മനസ്സിലാക്കി വെച്ചാൽ മതി, കൂടുതൽ പഠിക്കാനൊന്നുമില്ല, നിങ്ങൾ അറിയാവുന്ന കാര്യം തന്നെയാണ്. ഓക്കെ അല്ലേ? ഇനി എന്താണ് പ്രൈമറി ഒബ്സർവേഷൻ ഓഫ് പേഷ്യന്റ് അല്ലെ. അതിനകത്ത് 2 പോയിന്റ് ആണ് പറയുന്നത്, നമുക്ക് നോക്കാം. ഫസ്റ്റ് ഫ്യൂ മൊമെന്റ്സ് വിത്ത് എ പേഷ്യന്റ് ഫേഷ്യൽ എക്സ്പ്രഷൻ will denote his emotional reactions and presence of pain and fatigue. എന്താണ് ഫസ്റ്റ് മൂമെന്റിൽ അല്ലെ, ഇപ്പൊ രോഗി അഡ്മിറ്റ് ആയ ആ സന്ദർഭത്തിൽ ഫസ്റ്റ് മൂമെന്റിൽ എന്തായിരിക്കും ആ രോഗിയുടെ ഫേഷ്യൽ എക്സ്പ്രഷനിലൊക്കെ മാറ്റം വരുത്തും അല്ലെ. ഫേഷ്യൽ എക്സ്പ്രഷനിലൊക്കെ മാറ്റം ഉണ്ടാവും. എന്താണ് ഒരു പേടി അല്ലെങ്കിൽ ഒരു ഭയം ഒക്കെ ഉണ്ടാവും. നമ്മൾ അഡ്മിറ്റ് ആയി എന്തൊക്കെ കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്, ഇഞ്ചക്ഷൻ വെക്കോ, സ്കാൻ ചെയ്യോ, എന്തൊക്കെ അല്ലെ ടെസ്റ്റുകൾ നടത്തോ, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ എന്താണ് നമുക്കൊരു പേടിയായിരിക്കും. നിങ്ങളായാലും അങ്ങനെ തന്നെ അല്ലേ, അഡ്മിറ്റ് ആവുമ്പോ എന്തായിരിക്കും ഒരു പേടി ഉണ്ടാവുമല്ലോ നമുക്ക്. അതാണ് ഫസ്റ്റ് പോയിന്റിൽ പറയണത്. ഇനി സെക്കൻഡ് പോയിന്റ് എന്താണെന്ന് നോക്കാം. any declaration of skin such as jaundice, cyanosis, facial paralysis should be noted. എന്താണ് പറയണത്? നിങ്ങൾ എന്ത് ചെയ്യാ, സ്കിന്നിലൊക്കെ വ്യത്യാസം ഉണ്ടാവുമെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ എന്താണ് ചിലവർക്ക് മഞ്ഞപ്പിത്തം, ജാൻഡൈസ് എന്ന് പറഞ്ഞാൽ എന്താണ് മഞ്ഞപ്പിത്തം, ജാൻഡൈസ് എന്ന് പറഞ്ഞാല് മഞ്ഞപ്പിത്തം. അറിയാത്തവർ എഴുതി വെക്കാട്ടോ, പറയാം മിസ്, ഒന്നും കൂടി പറഞ്ഞു തരാം. ജാൻഡൈസ് എന്ന് പറഞ്ഞാല് മഞ്ഞപ്പിത്തം, ജാൻഡൈസ് എന്ന് പറഞ്ഞാല് മഞ്ഞപ്പിത്തം. സൈനോസിസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കാം? സൈനോസിസ് തൊലിയുടെ നിറവ്യത്യാസം, തൊലിയിൽ വരുന്ന നിറവ്യത്യാസം. സൈനോസിസ് എന്ന് പറഞ്ഞാല് തൊലിയിൽ വരുന്ന അതന്നെ നിറവ്യത്യാസം. ഫേഷ്യൽ പാരലൈസിസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കാം? ചൈതന്യക്ഷയം എന്നൊക്കെ പറയില്ലേ, മുഖത്ത് പ്രകാശമില്ലായ്മ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അതാണ് പറയുന്നത് ഫേഷ്യൽ പാരലൈസിസ്, ചൈതന്യക്ഷയം. അപ്പൊ എന്താണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് പോയിന്റ് ഒന്നുകൂടി പറയാം. എന്താണ് ഫസ്റ്റ് മൂവ്മെന്റ് അല്ലെ, നമ്മള് അഡ്മിറ്റ് ആയ ആ സന്ദർഭത്തിൽ എന്താണ് ഒരു കുറച്ച് മൂവ്മെന്റുകളിൽ എന്തായിരിക്കും നമുക്ക് ഒരു പേടിയും ഭയമൊക്കെ ആയിരിക്കും നമ്മുടെ മുഖത്ത് അല്ലെ. അപ്പൊ അതൊക്കെ നോട്ട് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ എന്താണ് ചിലരുടെ സ്കിന്നിൽ എന്താണ് ഇപ്പൊ മഞ്ഞയായിട്ടിരിക്കാം, മഞ്ഞപ്പിത്തമുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ എന്തായിരിക്കാം സ്കിന്നൊക്കെ മഞ്ഞ കളറിലിരിക്കാം. അതുപോലെ തന്നെ എന്താണ് സൈനോസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൊലിയിലൊക്കെ വ്യത്യാസം വരാം, തൊലിയുടെ നിറവ്യത്യാസം ഉണ്ടാവാം. അതുപോലെ ഫേഷ്യൽ പാരലൈസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് മുഖത്ത് പ്രകാശമില്ലായ്മ, ചൈതന്യ ക്ഷയം എന്ന് പറയും. അപ്പൊ എന്താണ് മുഖത്ത് പ്രകാശം ഒന്നും ഉണ്ടാവില്ല. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യണം, നേഴ്സുമാര് നോട്ട് ചെയ്യണം.
should be noted. Further observation can be made given the care of the client. എന്താണ് നോട്ട് ചെയ്തതിനു ശേഷം അവർ ഒബ്സർവ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, അവർക്കുള്ള ട്രീറ്റ്മെന്റുകൾ അല്ലെങ്കിൽ ബെറ്റർ കെയർ അല്ലെ ഹെൽത്ത് കെയർ ഒക്കെ പ്രൊവൈഡ് ചെയ്യണം. അപ്പൊ എന്താണ് ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത് എന്താണ് ഫേഷ്യൽ എക്സ്പ്രഷൻസ് ഒക്കെ നോട്ട് ചെയ്യണം അല്ലെ. അവർക്ക് ചിലപ്പോൾ എന്താണ് ഫേഷ്യലിലൊക്കെ ഭയങ്കര ഭയവും കാര്യങ്ങളൊക്കെ ഇരിക്കും. അതൊക്കെ എങ്ങനെയാണെന്ന് അല്ലെങ്കിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഫേഷ്യൽ എക്സ്പ്രഷൻസ് ആദ്യം നോക്കുക. അപ്പൊ എന്താണ് ഭയവും പേടിയൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ എന്താണ് പിന്നെ മഞ്ഞപ്പിത്തമുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ എന്താണ് മഞ്ഞ നിറത്തിലായിരിക്കും തൊലികള്. പിന്നെ തൊലിയുടെ നിറവ്യത്യാസം, സൈനോസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൊലിയില് നിറവ്യത്യാസം. പിന്നെ എന്താണ് ഫേഷ്യൽ പാരലൈസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് മുഖത്ത് ചൈതന്യക്ഷയം അല്ലെ, പ്രകാശമൊന്നും ഉണ്ടാവില്ല, മുഖം പ്രകാശിച്ച് നിൽക്കൊന്നുമില്ല, ചൈതന്യക്ഷയമായിരിക്കും അല്ലെ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, നഴ്സുമാരെ നോട്ട് ചെയ്യണം. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, ഇനി എന്താണ് ചാർട്ടിങ് അല്ലെ, ചാർട്ട് ചെയ്യണത് അല്ലെ, നോട്ട് ചെയ്ത് വെക്കണ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. എന്താണ് ഫസ്റ്റ് പോയിന്റ്, എന്താണ് റെക്കോർഡ് ഓൾ ദ ബേസിക് ഇൻഫർമേഷൻ ഇൻ ദ പേഷ്യൻസ് റെക്കോർഡ്. എന്താണ് പറയണത് അറിയാലോ, നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റും. എന്താണ് ഫസ്റ്റ് പോയിന്റിൽ പറയണത്, റെക്കോർഡ് ഓൾ ദ ബേസിക് ഇൻഫർമേഷൻ. ബേസിക് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കാം, പേഷ്യന്റിന്റെ ബേസിക് ഇൻഫർമേഷൻ, നെയിം, ഏജ്, സെക്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം, നോട്ട് ചെയ്ത് വെക്കണം. പിന്നെ എന്താണ് ക്ലിയർലി മെൻഷൻ അഡ്മിഷൻ ഡേറ്റ് അല്ലെ, എന്നാണ് അഡ്മിറ്റ് ആയ ഡേറ്റ്. പിന്നെന്താണ് ടൈം അല്ലെ, എന്നാണ് എപ്പോഴാണ് രോഗി വന്ന ടൈം. പിന്നെ എന്താണ് പേഷ്യന്റ് ഡീറ്റെയിൽസ്, നെയിം, സെക്സ്, അഡ്രസ്, കാര്യങ്ങൾ. കംപ്ലൈന്റ്സ് ഓഫ് ദ ക്ലയന്റ്, എന്തെങ്കിലും പേഷ്യന്റിന്റെ എന്തെങ്കിലും കംപ്ലൈന്റ്സ് ഉണ്ടെങ്കിൽ അത് നോട്ട് ചെയ്യണം. ഇനി അലർജീസ് അല്ലെ, എന്തെങ്കിലും അലർജീസ് ഫുഡ് കഴിക്കുമ്പോഴോ അല്ലെങ്കിൽ മെഡിസിൻ കഴിക്കുമ്പോഴോ എന്തെങ്കിലും അലർജീസ് ഉണ്ടെങ്കിൽ അത് നോട്ട് ചെയ്യണം. ആൻഡ് പാരന്റ്സ് മെന്റൽ സ്റ്റാറ്റസ്, എന്താണ് മെന്റൽ സ്റ്റാറ്റസിൽ എന്തെങ്കിലും വേരിയേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നോർമൽ അല്ലാത്തൊരു വ്യക്തിയൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യാം, അത് നോട്ട് ചെയ്ത് വെക്കണം. ക്ലിയർ ആയോ സെക്കൻഡ് പോയിന്റ്? ഇനി പറയണം മിസ്. ഓക്കെ, പിന്നെന്താണ് റെക്കോർഡഡ് ഇൻ അഡ്മിഷൻ രജിസ്റ്റർ, ട്രീറ്റ്മെന്റ് ബുക്ക്, റിപ്പോർട്ട് ബുക്ക്, മെഡിക്കൽ ലീഗൽ കേസ്, MLC. കേട്ടാ, മെഡിക്കൽ ലീഗൽ കേസ് രജിസ്റ്റർ, MLC രജിസ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് മെഡിക്കൽ ലീഗൽ കേസ് രജിസ്റ്റർ എന്നാണ് പറയുന്നത്. ആൻഡ് അപ്ഡേറ്റ് വാർഡ് സെൻസസ് ആൻഡ് നഴ്സസ് നോട്ട്സ്, എന്താണ് നഴ്സുമാര് ഈ റെക്കോർഡൊക്കെ കീപ്പ് ചെയ്യുക, ഈ ബുക്കൊക്കെ കീപ്പ് ചെയ്യണം, അതിൽ റെക്കോർഡ് ചെയ്ത് വെക്കണം എന്നാണ് പറയുന്നത്. ഏതൊക്കെയാണ് അഡ്മിഷൻ രജിസ്റ്റർ, ട്രീറ്റ്മെന്റ് ബുക്ക്, റിപ്പോർട്ട് ബുക്ക്, മെഡിക്കൽ ലീഗൽ കേസ് രജിസ്റ്റർ. പിന്നെന്താണ് എന്തെങ്കിലും വാർഡിൽ കിടക്കുന്ന രോഗികൾക്ക് എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് റെക്കോർഡ് ചെയ്യണം. ഓക്കെ, ക്ലിയർ ആയത്? ഇനി എന്താണ് ഫിസിക്കൽ അസസ്മെന്റ് ഫോർ റിവ്യൂവിംഗ് സിസ്റ്റം, ഫിസിക്കൽ അസസ്മെന്റ് നടത്താം. അതുപോലെ എന്താണ് പേഷ്യന്റ് കംഫർട്ട് അല്ലെ, കംഫർട്ട് ഫീലിംഗ് പ്രൊവൈഡ് ചെയ്യണം. പിന്നെന്താണ് കളക്ട് ഇൻഫർമേഷൻ ഫോർ ഡാറ്റാബേസ് അല്ലെ, എന്താണ് പേഷ്യന്റിന്റെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, ഡാറ്റാബേസിൽ അല്ലെങ്കിൽ സോഫ്റ്റ്വെയറിൽ സ്റ്റോർ ചെയ്ത് വെക്കണം. ഒബ്റ്റെയിൻ ഫിസിഷ്യൻ ഓർഡർ ദ ലാബ് ടെസ്റ്റ്, മെഡിക്കൽ ആക്ടിവിറ്റീസ്, എന്ത് ചെയ്യണം, ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് അനുസരിച്ച് ഇപ്പോൾ ലാബിൽ ടെസ്റ്റ് ചെയ്യാനോ യൂറിൻ ടെസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ മെഡിക്കൽ ആക്ടിവിറ്റീസിലൊക്കെ എന്തെങ്കിലും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം എന്തായിരിക്കണം നഴ്സുമാരെ ചെയ്യണം. ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ടെസ്റ്റുകളൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നഴ്സുമാര് അതിനുള്ള അറേഞ്ച്മെന്റ്സും കാര്യങ്ങളൊക്കെ നടത്തണം. ഓക്കെ ആണോ? അപ്പൊ ചാർട്ടിങ്ങിൽ എന്തൊക്കെയാണ് പറഞ്ഞത്, ബേസിക് ഇൻഫർമേഷൻ റെക്കോർഡ് ചെയ്യുക. അതുപോലെ കുറെ എന്താണ് അഡ്മിഷൻ ഡേറ്റ്, എന്നാണ് വന്ന ഡേറ്റ്, രോഗി എന്നാണ് ടൈം, എപ്പോഴാണ് രോഗി അഡ്മിഷൻ എടുത്തത്, പിന്നെ എന്താണ് പേഷ്യന്റിന്റെ ഡീറ്റെയിൽസ്, കംപ്ലൈന്റ്സ്, ഇനി അലർജീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, പിന്നെ എന്താണ് മെന്റൽ സ്റ്റാറ്റസ് ഒക്കെ റെക്കോർഡ് ചെയ്യാം. പിന്നെന്താണ് കുറെ രജിസ്റ്ററുകൾ പറഞ്ഞു അല്ലെ, അഡ്മിഷൻ രജിസ്റ്റർ, ട്രീറ്റ്മെന്റ് ബുക്ക്, റിപ്പോർട്ട് ബുക്ക്, മെഡിക്കൽ ലീഗൽ കേസ് രജിസ്റ്റർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, റെക്കോർഡ് ചെയ്ത് വെക്കുക. അതിനകത്ത് പേഷ്യന്റിന്റെ കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യണം. ഫിസിക്കൽ അസസ്മെന്റ് നടത്താം. പിന്നെന്താണ് പേഷ്യന്റ് കംഫർട്ടബിൾ ഫീലിംഗ് കൊടുക്കുക. പിന്നെന്താണ് കളക്ട് ഇൻഫർമേഷൻ, പേഷ്യന്റിന്റെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്ത് വെക്കില്ലേ, അതാണ് ഡാറ്റാബേസ് എന്ന് പറയുന്നത്. അവരുടെ സോഫ്റ്റ്വെയറിൽ സ്റ്റോർ ചെയ്ത് വെക്കും.
പിന്നെന്താണ് ഇപ്പോ ഡോക്ടർ എന്തെങ്കിലും ഓർഡേഴ്സുകൾ അല്ലെങ്കിൽ അഡ്വൈസുകളോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ടെസ്റ്റ് നടത്തണം, ലാബ് ടെസ്റ്റ് നടത്തണം, ബ്ലഡ് ടെസ്റ്റ് നടത്തണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് എന്ത് ചെയ്യാം, അറേഞ്ച്മെന്റ്സുകൾ നടത്താം. ഓക്കെ, അതൊക്കെ ചാർട്ട് ചെയ്ത് വെക്കണം, എഴുതി വെക്കും. എന്നിട്ട് എന്ത് ചെയ്യും, രോഗിയുടെ അടുത്ത് പോയി പറയും, അങ്ങനെ ടെസ്റ്റുകൾ നടത്തും. ക്ലിയർ ആണോ ചാർട്ടിങ്? വായിച്ചു നോക്കിയേ ചാർട്ടിങ്. നിങ്ങൾക്ക് തന്നെ വായിച്ചാൽ മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. അത് വായിച്ചു നോക്കിക്കോട്ടോ. ക്ലിയർ ആയോ? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. നെക്സ്റ്റ് പറയട്ടെ. ഓക്കെ, അതിന്റെ ലാസ്റ്റ് പോർഷൻ ആണ്. ഫോളോ ഓർഡേഴ്സ് ബൈ കൺസൾട്ടന്റ്. If any tests are prescribed by the doctor, the nurse must make arrangements to carry out other procedure prescribed by the doctor if any. എന്താണ് പറയുന്നത്? ഡോക്ടർ എന്തെങ്കിലും ടെസ്റ്റുകളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുള്ള അറേഞ്ച്മെന്റ്സുകൾ ആര് നടത്തണം? ആരാ നടത്തേണ്ടത്? ഡോക്ടറിന്റെ അഡ്വൈസ് ഒക്കെ ആരാ തേടേണ്ടത്? നേഴ്സുമാര് അല്ലെ? അപ്പൊ ഡോക്ടർ എന്തെങ്കിലും ടെസ്റ്റിനോ അല്ലെങ്കിൽ എന്താണ് ഇൻവെസ്റ്റിഗേഷനോ, അല്ലെ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാലോ, മറക്കരുത് കാര്യം. ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ടെസ്റ്റുകള് അല്ലെ, ലാബ് ടെസ്റ്റ്, യൂറിൻ ടെസ്റ്റ്, അത് അങ്ങനത്തെ കാര്യങ്ങളാണ് ഇൻവെസ്റ്റിഗേഷൻ കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ എന്താണ് ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ ടെസ്റ്റുകൾക്കൊക്കെ എന്തെങ്കിലും ഓർഡേഴ്സ് ഡോക്ടർ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും അഡ്വൈസ് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുള്ള അറേഞ്ച്മെന്റ്സ് നേഴ്സുമാര് നടത്തിയിരിക്കണം. ഇനി എന്താണ്? ദ കെയർ ഓഫ് valuables and clothing. എന്താണ് പറയുന്നത്? If a patient is wearing hospital dress and patient clothes should be handed over to relatives. In the case of absence of relatives, clothing is numbered, labeled and kept in the store until such time it is handed over to relatives. Encourage the clients to send jewelry, money and other valuables such as watches to home with relatives. Make him understand if he keep something with himself, it is at his own risk. എന്താണ് പറയുന്നത്? ക്ലോത്തിങ്ങിന്റെ കാര്യത്തിലായാലും അല്ലെങ്കിൽ എന്താണ് അവർ ഇട്ടേക്കുന്ന ജ്വല്ലറീസ് അല്ലെങ്കിൽ മണീസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എന്താണ് അല്ലെ, എന്താണ് എന്ത് ചെയ്യും അവര്? വീട്ടിൽ നിന്ന് വരുന്ന ഡ്രസ് ഇട്ടിട്ടാണോ അഡ്മിറ്റ് ആവുന്നത്? ആണോ? അങ്ങനെയാണോ? അല്ല. എന്ത് ചെയ്യും? ഹോസ്പിറ്റലുകാർ എന്ത് ചെയ്യും? അവരുടേതായിട്ടുള്ള ഡ്രസ്സുകൾ ഇടാനായിട്ട് കൊടുക്കും. പിന്നെ എന്ത് ചെയ്യും? ഇവര് വീട്ടിൽ നിന്ന് വരുന്ന അല്ലെ, രോഗികള് വീട്ടിൽ നിന്ന് വരുമ്പോ ഇട്ടിട്ട് വരുന്ന ഡ്രസ്സുകള്, ജ്വല്ലറീസും മണികളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? റിലേറ്റീവ്സിന്റെ അടുത്ത് കൊടുക്കും അല്ലെ. ഇനിയിപ്പോ റിലേറ്റീവ്സ് ഒന്നും ഇല്ല അല്ലെങ്കിൽ ബൈസ്റ്റാൻഡേഴ്സ് ഒന്നും ഇല്ലാത്ത അവസ്ഥയിലാണ് ഒരു രോഗി അഡ്മിറ്റ് ആവുന്നതെങ്കിൽ എന്ത് ചെയ്യണം? ആ രോഗി എന്ത് ചെയ്യണം? ആ വീട്ടിൽ നിന്ന് ഇട്ട് വരുന്ന ഡ്രസ്സുകൾ എന്ത് ചെയ്യും? ഹോസ്പിറ്റലിൽ തന്നെ നമ്പർ, ലേബൽ ഇട്ടിട്ട് അല്ലെ, നമ്പർ ഇടും, ലേബൽ ഒട്ടിച്ചിട്ട് അത് ഹോസ്പിറ്റലിന്റെ സ്റ്റോർ റൂമിൽ കീപ്പ് ചെയ്യും. എന്നിട്ട് അവര് പറയും ഇത് താങ്കളുടെ സ്വന്തം റിസ്കിലാണ് ഇവിടെ വെച്ചിരിക്കുന്നത് എന്ന് പറയും അല്ലെ. അവർക്ക് ആർക്കും ഇതിൽ റിസ്ക് ഇല്ല, താങ്കളുടെ സ്വന്തം റിസ്കില്. മണി, ജ്വല്ലറീസ് ഒക്കെ ഉണ്ടെങ്കിൽ എന്താണ് അവർ തന്നെ അല്ലെ, നമ്മൾ തന്നെ അതിന് റിസ്ക് എടുക്കണം അല്ലെ. അതാണ് പറയുന്നത് എന്താണ്? താങ്കളുടേതായിട്ടുള്ള സ്വന്തം റിസ്കിലാണ് ഇവിടെ വെച്ചിരിക്കുന്നത് എന്ന് പറയും. അപ്പൊ എന്താണ് പറയുന്നത്? വീട്ടിൽ നിന്ന് ഇട്ട് വരുന്ന ഡ്രസ് അല്ല, അവര് ഹോസ്പിറ്റലുകാരുടെ ഒരു ഡ്രസ്സ് കൊടുക്കും അല്ലെ, ആ ഡ്രസ്സിൽ വേണം അഡ്മിറ്റ് ആവാനായിട്ട്. റിലേറ്റീവ്സ് ഉണ്ടെങ്കിൽ എന്താണ്? ഈ ജ്വല്ലറീസ് അല്ലെ,
സ്വർണങ്ങളോ അല്ലെങ്കിൽ മണി ക്യാഷ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഡ്രസ്സ് ഊരുന്നതോടുകൂടി അതും ഊരിയിട്ട് റിലേറ്റീവ്സിന്റെ കയ്യിൽ കൊടുക്കും. ഇനി ബൈസ്റ്റാൻഡേഴ്സ് ഒന്നുമില്ലാത്ത അവസ്ഥയിലാണെങ്കിൽ ഒരു രോഗി അഡ്മിറ്റ് ആവുന്നതെങ്കിൽ എന്താണ്, ഇതൊക്കെ എന്ത് ചെയ്യും, നമ്പർ ഇട്ട് ലേബൽ ചെയ്തിട്ട് സ്റ്റോർ റൂമിൽ കീപ്പ് ചെയ്യും. എന്നിട്ട് പറയും താങ്കളുടെ സ്വന്തം റിസ്കിലാണ് ഇത് കീപ്പ് ചെയ്യുന്നത് എന്ന് പറയും. ക്ലിയർ ആയോ? പാരഗ്രാഫ് ക്ലിയർ ആയോ? നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഓക്കെ. ഇനി എന്താണ്, ഈ പോർഷനോട് കൂടി നമ്മുടെ ഈ ചാപ്റ്റർ കഴിയുകയാണ്. ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് കഴിയും ട്ടോ. എന്താണ് അഡ്മിഷൻ ഫ്രം എമർജൻസി ഡിപ്പാർട്ട്മെന്റ് അല്ലെ, ഡെപ്റ്റ്. എന്താണ് പറയുന്നത്? When they got confirmation that a patient has arrived with an emergency to the hospital camps, the first thing they do is give a call to ward boy and patient attendants to shift the patient from ambulance to stretcher. എന്താണ് പറയുന്നത്? ഒരു എമർജൻസി കേസിൽ ആംബുലൻസ് സർവീസിലോ ഒരാള് ഹോസ്പിറ്റലിൽ എത്തിക്കുകയാണെങ്കിൽ ഫസ്റ്റ് എന്ത് ചെയ്യും? ആരെയാണ് കോൾ ചെയ്യുന്നത് എന്ന് പറഞ്ഞത്? ആരെയാണ് കോൾ ചെയ്യുന്നത്? വാർഡ് ബോയ് അല്ലെ. വാർഡ് ബോയിനെ കോൾ ചെയ്യും. അപ്പൊ ആംബുലൻസറി കെയറിന്റെ സഹായത്തോടു കൂടി എമർജൻസി കേസിനെ അല്ലെങ്കിൽ എമർജൻസി ആയിട്ടുള്ള ഒരാളെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയാണെങ്കിൽ ഫസ്റ്റ് കോൾ ചെയ്യുന്നത് ആരായിരിക്കും? വാർഡ് ബോയിനെ കോൾ ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? സ്ട്രക്ചറില് അയാളെ കൊണ്ടുപോകും. ഓക്കെ. അപ്പൊ ഫസ്റ്റ് പോയിന്റ് എന്താണ് പറഞ്ഞത്? ആംബുലൻസ് സർവീസിന്റെ സഹായത്തോടു കൂടി എമർജൻസി ആയിട്ട് ഒരു പേഷ്യന്റിനെ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിക്കുകയാണെങ്കിൽ ഫസ്റ്റ് എന്ത് ചെയ്യും? വാർഡ് ബോയിനെ കോൾ ചെയ്തിട്ട് സ്ട്രക്ചറിൽ കൊണ്ടുപോകും. ഓക്കെ അല്ലെ? ഇനി സെക്കൻഡ് പോയിന്റ്, ഗിവ് എ കോൾ ടു എ മെഡിക്കൽ ഓഫീസർ. പിന്നീട് എന്ത് ചെയ്യും? മെഡിക്കൽ ഓഫീസറിനെ കോൾ ചെയ്ത് വിളിക്കും അല്ലെ. മെഡിക്കൽ ഓഫീസറിനെ കോൾ ചെയ്യും. ആഫ്റ്റർ ദ മെഡിക്കൽ ഓഫീസർ എക്സാമിൻസ് ദ പേഷ്യന്റ്, they ask him as to where they have to shift a patient. എന്ത് ചെയ്യും? മെഡിക്കൽ ഓഫീസറിനെ വിളിച്ചു അല്ലെ. അപ്പൊ മെഡിക്കൽ ഓഫീസർ വന്ന് ഈ രോഗിയെ എക്സാമിൻ ചെയ്യും, നോക്കും. എന്നിട്ട് എന്ത് ചെയ്യും? ഏത് വാർഡിലേക്കാണ് ഷിഫ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം പറയും. ഓക്കെ. അപ്പൊ ഫസ്റ്റ് എന്താണ്? ആംബുലൻസറി സ്ട്രക്ചറിൽ അല്ലെ, ആംബുലൻസറി കെയറിന്റെ സഹായത്തോടു കൂടി ഒരു എമർജൻസി ആയിട്ടുള്ള ആളെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ വാർഡ് ബോയിനെ വിളിച്ചിട്ട് സ്ട്രക്ചറിൽ കൊണ്ടുപോകും. അപ്പൊ എന്താണ്, ചിലപ്പോ കാഷ്വാലിറ്റിയിലായിരിക്കും അയാളെ കൊണ്ടുപോകുന്നത്. എന്നിട്ട് എന്ത് ചെയ്യും? മെഡിക്കൽ ഓഫീസറിനെ കോൾ ചെയ്യും. മെഡിക്കൽ ഓഫീസർ വന്നിട്ട് അയാളെ നോക്കി എക്സാമിൻ ചെയ്തൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യും? ഏത് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് അല്ലെങ്കിൽ ഏത് വാർഡിലേക്കാണ് ആരോഗ്യയെ കൊണ്ടുപോകേണ്ടതെന്ന് പറയും. 3 കാര്യങ്ങൾ മനസ്സിലായില്ലേ? ഇനി എന്താണ് 4ാമത്തെ കാര്യം നോക്കാം. Generally they shift the patient to the ICU and after the patient becomes stable only then shift the patient into the concerned ward. എന്താണ് പറയുന്നത്? അപ്പൊ എന്താണ് ICUയിലേക്കാണ് ആ രോഗിയെ ഷിഫ്റ്റ് ചെയ്യുന്നത് അല്ലെ. ICUയിൽ എന്താണ് രോഗികളെ കിടത്തുന്നതിനുള്ള കാരണം എന്തായിരിക്കാം? നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഹൈ റിസ്ക് ഉള്ള പേഷ്യൻസിനെയാണ് നമ്മൾ ICUയിൽ കിടത്തുന്നത് അല്ലെ. അതാണ് എമർജൻസി പേഷ്യൻസ് എന്ന് പറയുന്നത് അല്ലെ. ഓക്കെ. അപ്പൊ അത് മനസ്സിലാക്കി വെക്കണം കേട്ടോ. ICUയിൽ കിടത്തുന്ന പേഷ്യൻസ് അല്ലെങ്കിൽ ICUയിലുള്ള പേഷ്യൻസ് എന്താണ്? ഹൈ റിസ്ക് ഉള്ള പേഷ്യൻസിനെയാണ്. അപ്പൊ എന്താണ്, അയാളെ ആദ്യം ഷിഫ്റ്റ് ചെയ്യുന്നത് എവിടേക്കായിരിക്കും? ICUയിലേക്കായിരിക്കും. എന്തുകൊണ്ടാണ്? എമർജൻസി ആയതുകൊണ്ട് അല്ലെങ്കിൽ ഹൈ റിസ്ക് ഉള്ളത് കൊണ്ടാണ്. അപ്പൊ ICUയിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. അതിനുശേഷം എന്ത് ചെയ്യും? ഒരു സ്റ്റേബിൾ ആയാലും അതിന്റെ കണ്ടീഷൻ നല്ല മെച്ചപ്പെട്ടിട്ടുണ്ടെങ്കിൽ വാർഡിലേക്ക്, ബന്ധപ്പെട്ട വാർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ക്ലിയർ അല്ലേ? ക്ലിയർ ആയോ ആ പോയിന്റ്? ആദ്യം എന്താണ്? ഹൈ റിസ്ക് ഉള്ള പേഷ്യൻസിനെ എവിടെയാണ് കിടത്തുന്നത്? ICUയിലേക്ക് കിടത്തും അല്ലെ. അതിനുശേഷം അയാളുടെ കണ്ടീഷൻ മെച്ചപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നോക്കിയിട്ട് എന്ത് ചെയ്യും? ബന്ധപ്പെട്ട വാർഡിലേക്ക് അയാളെ ഷിഫ്റ്റ് ചെയ്യും. ആഫ്റ്റർ കൗൺസിലിംഗ് വിത്ത് ദ കൺസൾട്ടന്റ് ആൻഡ് ദ പെർമിഷൻ ഓഫ് the same they register patient in IPD register and Intel software too. എന്താണ് IPD register? എന്താണ് IPD register? നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, പഠിച്ചുകൊണ്ടിരിക്കുന്ന സംഭവമാണ്.
IPD രജിസ്റ്റർ, വെരി ഗുഡ്. ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് രജിസ്റ്റർ ട്ടാ, മറക്കരുതേ. അപ്പൊ എന്താണ്, IPD രജിസ്റ്ററിലും അതുപോലെ തന്നെ അവരുടെ സോഫ്റ്റ്വെയറിലേക്കും പേഷ്യന്റിന്റെ എന്ത് കയറ്റും, ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കയറ്റും. എന്തിനു ശേഷം, കൗൺസിലിംഗിന് ശേഷം. കൗൺസിലിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, മെഡിക്കൽ കൗൺസിലിംഗ് അറിയാലോ. ഇത് എന്താണ്, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ വരുന്നത്, ഏതൊക്കെ മരുന്നുകൾ എപ്പോ കഴിക്കണം, പിന്നെ എന്താണ്, ഇപ്പൊ ക്യാൻസർ പേഷ്യന്റുകളൊക്കെ ആണെങ്കിൽ എന്താണ്, അത് എന്താണ്, രോഗം വരാതിരിക്കാനുള്ള കാരണങ്ങള്, അതുപോലെ തന്നെ ആരോഗ്യം അല്ലെ മെച്ചപ്പെടുത്താനുള്ള കാര്യങ്ങള്, ഭക്ഷണം കഴിക്കുന്നതിന്റെ കാര്യങ്ങള്, അങ്ങനെയുള്ള കൗൺസിലിംഗ് അല്ലെ, ആരോഗ്യം മെച്ചമാക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവര് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. അതാണ് മെഡിക്കൽ കൗൺസിലിംഗ് അല്ലെങ്കിൽ കൗൺസിലിംഗ് എന്ന് പറയുന്നത്. അപ്പൊ കൗൺസിലിംഗിന് ശേഷം രോഗിയുടെ രജിസ്റ്റർ എന്ത് ചെയ്യും, IPD രജിസ്റ്ററിലോട്ട് അവരുടെ കാര്യങ്ങൾ അല്ലെ, അവരുടെ ഇൻഫർമേഷൻസ് എഴുതും. അതുപോലെ തന്നെ അവരുടെ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ സോഫ്റ്റ്വെയറിലോട്ട് അത് കയറ്റും. ഓക്കെ, പിന്നെന്താണ്, fill the patient's consent form and after telling the purpose and meaning of the form is signed by the patient's relatives അല്ലെ. എന്താണ്, കൺസെന്റ് ഫോം സൈൻ ചെയ്യിക്കുന്ന പറഞ്ഞില്ലേ, സമ്മതപത്രം രോഗിയെ കൊണ്ട് സൈൻ ചെയ്യിപ്പിക്കും, അല്ലെങ്കിൽ എന്താണ്, അയാളുടെ റിലേറ്റീവ്സിനെ കൊണ്ട് സൈൻ ചെയ്യിപ്പിക്കും അല്ലെ. അത് എന്തിനു വേണ്ടിയിട്ടാണ്, അതിന്റെ പർപ്പസ് എന്തിനാണ് എന്നുള്ള കാര്യം എന്ത് ചെയ്യും, പറഞ്ഞു കൊടുക്കും. Send the file of patient to the corresponding ward where the medical officer has asked the patient to shifted. എന്താണ്, മെഡിക്കൽ ഓഫീസർ പറയോ അല്ലെ, ഇന്ന വാർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യണമെന്ന്. അപ്പൊ എന്ത് ചെയ്യും, ആ കറസ്പോണ്ടിങ് ഫയല് ആ വാർഡിലേക്ക്, ആ രോഗിയുടെ ഫയൽ എന്ത് ചെയ്യും, ആ വാർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. Confirming the file of the patient is received by the MO. MO ആരായിരിക്കും, MO means മെഡിക്കൽ ഓഫീസർ. അറിയാത്തവര് നോട്ട് ചെയ്യണോട്ടോ. MO എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെഡിക്കൽ ഓഫീസറിനെയാണ് MO എന്ന് പറയുന്നത്. MO ഓഫ് ദ കറസ്പോണ്ടിങ് വാർഡ് അല്ലെ, ആ വാർഡിൽ എന്താണ്, ഒരു മെഡിക്കൽ ഓഫീസർ ഉണ്ടാവും. ഇയാളെ ഷിഫ്റ്റ് ചെയ്യുന്ന വാർഡിലേക്ക് ഓരോ ബന്ധപ്പെട്ട വാർഡിലും എന്തുണ്ടാവും, മെഡിക്കൽ ഓഫീസർ ഉണ്ടാവും. ആ മെഡിക്കൽ ഓഫീസർ ഇയാളെ റിസീവ് ചെയ്യാനായിട്ട്, എതിരേൽക്കാനായിട്ട് നിൽക്കും എന്നാണ് പറയുന്നത്. അപ്പൊ എന്താണ്, 8 പോയിന്റ് ആണ് അല്ലെ, അഡ്മിഷൻ ഫ്രം എമർജൻസി ഡെപ്റ്റ് അല്ലെ. ഡിപ്പാർട്ട്മെന്റിൽ എന്തൊക്കെയാണ്, 8 പോയിന്റ് ആണ്. 8 പോയിന്റ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് എന്താണ്, എമർജൻസി കാര്യമായിട്ട് അല്ലെ, ആംബുലൻസറി കെയറില് എമർജൻസി ഇതില് ഭാഗമായിട്ട് എന്താണ്, രോഗിയെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ എന്താണ്, ആദ്യം വാർഡ് ബോയിനെ എന്ത് ചെയ്യും, കോൾ ചെയ്യും. വാർഡ് ബോയിനെ കോൾ ചെയ്തിട്ട് സ്ട്രക്ചറിൽ കൊണ്ടുപോകും. പിന്നെന്താണ്, മെഡിക്കൽ ഓഫീസറിനെ കോൾ ചെയ്യും. ആ മെഡിക്കൽ ഓഫീസർ വന്ന് രോഗിയെ എക്സാമൈൻ ചെയ്തതിനു ശേഷം എന്ത് ചെയ്യും, ഏത് വാർഡിലേക്കാണ് ഷിഫ്റ്റ് ചെയ്യേണ്ടതെന്ന് പറയും. അപ്പൊ എന്താണ്, അങ്ങനെ എന്താണ്, ഹൈ റിസ്ക് ഉള്ള പേഷ്യൻസിനെ നമ്മൾ എന്ത് ചെയ്തു, ICUലോട്ട് ഷിഫ്റ്റ് ചെയ്തു. പിന്നീട് എന്ത് ചെയ്തു, അയാളുടെ കണ്ടീഷൻ മെച്ചപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബന്ധപ്പെട്ട വാർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. പിന്നെന്താണ്, മെഡിക്കൽ കൗൺസിലിംഗ് കൊടുത്തതിന് ശേഷം അല്ലെ, അയാളുടെ ആരോഗ്യപരമായിട്ടുള്ള ആരോഗ്യം ബെറ്ററാക്കാൻ വേണ്ടിയിട്ടുള്ള കൗൺസിലിംഗും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യും, രജിസ്റ്റർ ചെയ്യും അല്ലെ, IPD രജിസ്റ്റർ ചെയ്യും. അതുപോലെ തന്നെ സോഫ്റ്റ്വെയറിലും അയാളുടെ ഇൻഫർമേഷൻസ് ഒക്കെ കയറ്റും. പിന്നീട് എന്ത് ചെയ്യും, കൺസെന്റ് ഫോം എന്തിനു വേണ്ടിയിട്ടാണ് സൈൻ ചെയ്യിക്കുന്നത് എന്നുള്ള പർപ്പസ് അല്ലെ, പർപ്പസ് എന്ത് ചെയ്യും, അയാളുടെ റിലേറ്റീവ്സിനും അയാൾക്കും പറഞ്ഞു കൊടുക്കും. പിന്നെ എന്താണ്, മെഡിക്കൽ ഓഫീസർ പറയാം ഏതിലേക്കാണ് ഷിഫ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ പറയും. അപ്പൊ എന്ത് ചെയ്യും, ആ വാർഡിലേക്ക് എന്ത് ചെയ്യും, അയാളുടെ ഫയൽസ് ഒക്കെ സെൻഡ് ചെയ്യും. പിന്നെ എന്താണ്, ആ വാർഡിലേക്ക് സെൻഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അയാളെ റിസീവ് ചെയ്യാനായിട്ട്, ആ വാർഡിലേക്ക് സ്വീകരിക്കാനായിട്ട് അവിടെ ഒരു MO എന്താണ്, മെഡിക്കൽ ഓഫീസർ നിൽക്കുന്നുണ്ടാകും. ഓക്കെ അല്ലെ, മെഡിക്കൽ ഓഫീസർ ആയിരിക്കും അയാളെ സ്വീകരിക്കുന്നത്. ക്ലിയർ ആയോ, ഒന്ന് വായിച്ചു നോക്കിയേ. ഇത്ര എടുത്തത് സിമ്പിൾ അല്ലേ പഠിക്കാനായിട്ട്? ഓക്കെ, ഒന്ന് വായിച്ചു നോക്കിക്കോളൂ കേട്ടോ. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോ. നമുക്ക് അടുത്ത പാഠം തുടങ്ങാം. അടുത്ത ചാപ്റ്റർ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് കഴിഞ്ഞു. ഇനി മിസ് എടുക്കാൻ പോകുന്നത് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ആണ്. പ്രിന്റ് ഔട്ട് ഉണ്ടോ നിങ്ങൾക്ക്? ഓക്കെ, ക്ലിയർ അല്ലേ ഈ പാഠം?
Chapter number 6, outpatient department. വായിച്ചു നോക്കിക്കോളട്ടോ, ക്ലിയർ ആണ്. മിസ് അടുത്തത് എടുക്കട്ടെ എന്നാ? ഡൗട്ട് ഒന്നുമില്ലല്ലോ? ഓക്കെ, 2 മിനിറ്റ് മിസ് ഒന്നത്തിരി വെള്ളം കുടിച്ചോട്ടെ. അപ്പോഴേക്കും നിങ്ങൾ ആ പ്രിന്റ് ഔട്ട് ഒക്കെ എടുത്ത് വെക്കിട്ടാ. ഓക്കെ, എടുത്തോ എല്ലാവരും? 6th chapter outpatient department. ഫസ്റ്റ് പോയിന്റ് പറയണോ? അതിന്റെ ഫസ്റ്റ് പോയിന്റ് പ്രിലിമിനറി ഒബ്സർവേഷൻ ഓഫ് പേഷ്യന്റ്. ആദ്യത്തെ ഒബ്സർവേഷൻ എങ്ങനെയാണെന്നുള്ളതാണ് കേട്ടോ. അപ്പൊ എന്താണ് ഫസ്റ്റ് പോയിന്റ് എന്നാണ് പറയുന്നത്? The first few moments with a patient facial expressions will denote his emotional reactions and the presence of pain and fatigue. അല്ലെ, ഫസ്റ്റ് എന്തായാലും ഫസ്റ്റ് മൂമെന്റ്സിൽ നമ്മൾ അഡ്മിറ്റ് ആവുമ്പോൾ നമുക്ക് എന്താണ് ഒരു പേടിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. അതാണ് ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത്. പിന്നെന്താണ്, ഇപ്പൊ മഞ്ഞപ്പിത്തുള്ള ആൾക്കാർക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ എന്താണ് തൊലിയുടെ നിറം വ്യത്യാസം അല്ലെ. മഞ്ഞപ്പിത്തുള്ള ആൾക്കാർക്കൊക്കെ എന്താണ് തൊലി മഞ്ഞ നിറമായിരിക്കാം. അവരുടെ സ്കിന്നിന്റെ പ്രത്യേകതകൾ നോട്ട് ചെയ്യണമെന്നാണ് പറയുന്നത് സെക്കൻഡ് പോയിന്റില്. അപ്പൊ എന്താണ് മഞ്ഞപ്പിത്തുള്ള ആൾക്കാർക്ക് പിന്നെന്താണ് തൊലിയുടെ നിറവ്യത്യാസം, സൈനോസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൊലിയുടെ നിറവ്യത്യാസം, ഫേഷ്യൽ പാരലൈസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് പ്രകാശം, മുഖത്ത് പ്രകാശമൊന്നും ഇല്ലാത്ത അവസ്ഥ, ചൈതന്യ ക്ഷയം എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, നേഴ്സുമാര് റെക്കോർഡ് ചെയ്ത് വെക്കണം അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, ഇനി അടുത്ത ചാപ്റ്റർ എടുത്തോളൂ കേട്ടോ. 6th chapter outpatient department. എടുത്തോ എല്ലാവരും? ഫാറ്റിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷീണം തോന്നുന്ന അവസ്ഥയില്ലേ, അതിനെയാണ് പറയുന്നത് ഫാറ്റിക്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ചാപ്റ്റർ 6 ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് അല്ലെ. എന്താണ് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, എന്തായിരിക്കും അവിടെ പ്രൊസീജിയർ? എങ്ങനെയായിരിക്കും? ശരിയാണ്, അഡ്മിറ്റ് അല്ലാതെ അല്ലെ നിങ്ങൾ എന്ത് ചെയ്യുന്നു? OP ചീട്ട് എടുക്കുന്നു, ഡോക്ടറെ കാണുന്നു, കൺസൾട്ട് ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ട് മരുന്ന് വാങ്ങിച്ചിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു അല്ലെ. അതാണ് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ നടക്കുന്ന പ്രൊസീജിയർ. ഓക്കെ, OPD means outpatient department where patients come into the hospital to consult their health issues,
with the doctors to start the treatment. OPD services are medical care provided on an outpatient basis that includes diagnosis, observation, consultation, treatment, intervention, and rehabilitation services. നോട്ട് കാണുന്നില്ലേ? ഓക്കെ കേട്ടോ, ഒരു മിനിറ്റ്. കാണുന്നില്ലേ ഇപ്പൊ? ഓക്കെ അല്ലേ എല്ലാവരും? ഓക്കെ. അപ്പൊ എന്താണ് ഔട്ട് പേഷ്യന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അവിടെ പ്രോസസ് അല്ലെ? നമ്മൾ പറഞ്ഞ പോലെ തന്നെയുള്ള പ്രോസസ്സാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. എന്താണ് ഡോക്ടറെ കണ്ടിട്ട് കൺസൾട്ട് ചെയ്തിട്ട് അല്ലെ നമ്മുടെ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഡോക്ടറോട് പറഞ്ഞ് ഡോക്ടർ എന്ത് ചെയ്യുന്നു, മരുന്ന് കുറിച്ച് തരുന്നു അല്ലെ. അങ്ങനെയുള്ള ട്രീറ്റ്മെന്റുകളെയാണ് നമ്മൾ എന്തെന്ന് പറയാ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ വരുന്നത് അല്ലെങ്കിൽ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. പിന്നെന്താണ് എന്തൊക്കെ സർവീസുകളാണ് അല്ലെ? എന്തൊക്കെ സർവീസുകളാണ് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ പ്രൊവൈഡ് ചെയ്യുന്നത്? ഡയഗ്നോസിസ്, ഫസ്റ്റ് വൺ എന്താണ് പറയുന്നത്? ഡയഗ്നോസിസ്, ഒബ്സർവേഷൻ, കൺസൾട്ടേഷൻ, ട്രീറ്റ്മെന്റ്, ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സർവീസസ്. ഫസ്റ്റ് വൺ നോക്കാം, ഡയഗ്നോസിസ്. എന്താണ് ഡയഗ്നോസിസ് എന്ന് പറഞ്ഞാല്? നമ്മൾ പഠിച്ചിട്ടുണ്ട്, നേരത്തെ പഠിച്ചതാണ് അല്ലെ, പറയേണ്ട ആവശ്യമില്ല, ഞാൻ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾ തന്നെ പറയും. എന്താണ് ഡയഗ്നോസിസ്? രോഗം നിർണയം അല്ലെ. Diagnosis, the identification of the nature of an illness and other problems by examination of symptoms. എന്താണ് സിംറ്റംസ് അല്ലെ? രോഗലക്ഷണങ്ങൾ നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? രോഗം ഐഡന്റിഫൈ ചെയ്യുന്നതിനെയാണ് ഡയഗ്നോസിസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? കൂടുതൽ ഞാൻ പറയണോ? എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഇതൊക്കെ? ഓക്കെ. ഇനി എന്താണ് ഒബ്സർവേഷൻ? The action of closely monitoring someone അല്ലെ. നമ്മൾ എന്ത് ചെയ്യുന്നു? നിരീക്ഷിക്കുന്നു അല്ലെ. ഇപ്പൊ എന്താണ് ഛർദി അല്ലെങ്കിൽ എന്താണ് വയറിളക്കൊക്കെ ആയിട്ട് വരുമ്പോ എന്താണ് കൂടുതൽ നമ്മളെ വയറിളക്കി ആയിട്ടൊക്കെ പോയിട്ട് നമുക്ക് ഭയങ്കര ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പൊ നമ്മള് ഹോസ്പിറ്റലിൽ പോകുമ്പോ അവരെന്ത് ചെയ്യും? രോഗിനെ എന്ത് ചെയ്യും? ഛർദിയൊക്കെ വരുമ്പോ എന്ത് ചെയ്യും? നമ്മുടെ ഒബ്സർവേഷന് വേണ്ടി കിടത്തില്ലേ ഗ്ലൂക്കോസ് ഒക്കെ കയറ്റിയിട്ട്? അപ്പൊ അതാണ് പറയണത് എന്തെങ്കിലും ട്രിപ്പ് ഇടും അല്ലെ. ട്രിപ്പ് ഇട്ട് കിടത്തും. അപ്പൊ അതാണ് പറയണത് എന്താണ്, അപ്പൊ ഇങ്ങനെ ട്രിപ്പ് ഇട്ട് കിടത്തുമ്പോൾ എന്തെങ്കിലും വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ അറിയാനായിട്ട് ഒബ്സർവ് ചെയ്യാം. കൂടുതലൊന്നും വേണ്ട. നിങ്ങൾക്ക് എന്താണ് ഇപ്പൊ നിങ്ങൾ കുട്ടികളെയൊക്കെ നിങ്ങൾ 5 വയസ്സില് 10 വയസ്സിലൊക്കെ ഇഞ്ചക്ഷൻ എടുക്കാൻ പോകുമ്പോൾ എന്ത് ചെയ്യും? ഇഞ്ചക്ഷൻ എടുത്തിട്ട് കുറച്ച് ടൈം അവിടെ സ്പെൻഡ് ചെയ്യാൻ പറയില്ലേ? അപ്പൊ തന്നെ പോവാൻ പാടില്ല എന്ന് പറയില്ലേ? എന്താണ് കുട്ടികൾക്ക് ആ ഇഞ്ചക്ഷൻ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അല്ലെ, ചൊറിച്ചിലോ അങ്ങനെ വല്ല അത് എന്താണ് വല്ല പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് കുറച്ചു നേരം അവിടെ ഇരിക്കാൻ പറയാം അല്ലെ. അതാണ് എന്താണ് അതാണ് പറയുന്നത് നിരീക്ഷണം അല്ലെങ്കിൽ ഒബ്സർവേഷൻ, മോണിറ്ററിങ് എന്നൊക്കെ പറയുന്നത് കേട്ടോ. ഇനി എന്താണ് കൺസൾട്ടേഷൻ? മീറ്റിംഗ് വിത്ത് എ എക്സ്പേർട്ട് മെഡിക്കൽ ഓഫീസർ ഇൻ ഓർഡർ ടു സീക്ക് അഡ്വൈസ്. എന്താണ് കൺസൾട്ടേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഡോക്ടറെ കണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ അവസ്ഥകളൊക്കെ പറയുന്നു അല്ലെ. നിങ്ങൾക്ക് ഇത് വരുന്നുണ്ട്, തൊണ്ടവേദന ഉണ്ട്, ഛർദി ഉണ്ട്, പനിയുണ്ട് അല്ലെ. ഡോക്ടർ എന്ത് ചെയ്യും? അതിനുള്ള മരുന്നുകൾ നമുക്ക് കുറിച്ച് തരും അല്ലെ. അതാണ് എന്ത് കൺസൾട്ടേഷൻ അല്ലെ. മീറ്റിംഗ് വിത്ത് എക്സ്പെർട്ട്. എക്സ്പെർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോക്ടർ എന്നാണ് അവിടെ പറയുന്നത്. ഓക്കെ. പിന്നെ എന്താണ് ട്രീറ്റ്മെന്റ് അല്ലെ. ദ മെഡിക്കൽ കെയർ ഗിവൺ ടു പേഷ്യന്റ് ഫോർ ഇൽനെസ് ആൻഡ് ഇഞ്ചുറി. ഇൽനെസ്സും ഇഞ്ചുറിയും വരുമ്പോ എന്താണ്
മുറിവ് അല്ലെങ്കിൽ ബാധിതർക്കൊക്കെ എന്ത് ചെയ്യുന്നു, മെഡിക്കൽ കെയർ കൊടുക്കുന്നതിനെയാണ് നമ്മൾ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് അല്ലെ. രോഗിക്ക് എന്തെങ്കിലും രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ രോഗം പെട്ടെന്ന് മാറാൻ വേണ്ടിയിട്ട് മെഡിക്കൽ സപ്പോർട്ട് അല്ലെങ്കിൽ മെഡിക്കൽ കെയർ പ്രൊവൈഡ് ചെയ്യുന്നു, ട്രീറ്റ്മെന്റ് നടത്തുന്നു. അതിനെയാണ് ട്രീറ്റ്മെന്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ? ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയല്ലേ ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെന്താണ് ഇന്റർവെൻഷൻ? ഇന്റർവെൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഇന്റർവെൻഷൻ? ഇന്റർവെൻഷൻ എന്തായിരിക്കാം? ഇടപെടൽ. ഇടപെടൽ. ആക്ഷൻ ടേക്കൺ ടു ഇംപ്രൂവ് മെഡിക്കൽ ഡിസോർഡർ. എന്താണ്? നമുക്ക് എന്തെങ്കിലും രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് മാറ്റാനായിട്ടുള്ള നടപടിക്രമങ്ങൾ എടുക്കുക. അതാണ് ഇന്റർവെൻഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ് പറയുന്നത്? രോഗിക്ക് എന്തെങ്കിലും രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് ആ രോഗം മാറ്റാനായിട്ട് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങള് സ്വീകരിക്കുക. ഇമ്മീഡിയറ്റ്ലി പെട്ടെന്ന് നമ്മള് ആ നടപടികൾ സ്വീകരിക്കണം. പിന്നെ എന്താണ് റീഹാബിലിറ്റേഷൻ? അറിയാലോ, നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഇൻട്രൊഡക്ഷൻ തുടങ്ങി നമ്മൾ കേൾക്കണേ. പുനരധിവാസ സർവീസുകൾ അല്ലെ, അതാണ് റീഹാബിലിറ്റേഷൻ. ദ ആക്ഷൻ ഓഫ് restoring someone of health and normal life through training and therapy after illness. എന്താണ് പറയുന്നത്? രോഗം അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? തെറാപ്പി അല്ലെങ്കിൽ ട്രെയിനിങ്ങിലൂടെ രോഗിയെ നോർമൽ ലൈഫിലേക്ക് എത്തിക്കുന്നതിനെയാണ് റീഹാബിലിറ്റേഷൻ എന്ന് പറയുന്നത് അല്ലെ. പുനർജീവിതം അല്ലെങ്കിൽ ആരോഗ്യം പുനർജീവിതത്തിലേക്ക് നയിക്കുന്നതിനെയാണ് അല്ലെ, പുതുജീവിതത്തിലേക്ക് നയിക്കുന്നതിനെയാണ് നമ്മൾ റീഹാബിലിറ്റേഷൻ എന്ന് പറയുന്നത്. അതിനുള്ള സർവീസും കാര്യങ്ങളൊക്കെ OP ഡിപ്പാർട്ട്മെന്റിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തൊക്കെയാണ് OP ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? എന്താണ്? ഡോക്ടറെ കാണുന്നു അല്ലെ, OPG എടുക്കുന്നു, ഡോക്ടറെ കാണുന്നു, കൺസൾട്ടേഷൻ നടത്തുന്നു, അതിനുശേഷം മരുന്ന് വാങ്ങിച്ചിട്ട് നമ്മള് വീട്ടിലേക്ക് പോകുന്നു. അങ്ങനെയുള്ള ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ആ സർവീസിനെയാണ് ഔട്ട് പേഷ്യന്റ് സർവീസ് എന്ന് പറയുന്നത്. പിന്നെന്താണ്? ഔട്ട് പേഷ്യന്റ് സർവീസുകളൊക്കെ എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? എന്തൊക്കെ തരുന്നുണ്ട് അവര്? ഡയഗ്നോസിസ്, ഒബ്സർവേഷൻ, കൺസൾട്ടേഷൻ, ട്രീറ്റ്മെന്റ്, ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ. അപ്പോ OP ഡിപ്പാർട്ട്മെന്റിൽ തരുന്ന സർവീസുകളാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ. ഏതൊക്കെയാണ്? ഡയഗ്നോസിസ്, ഒബ്സർവേഷൻ, കൺസൾട്ടേഷൻ, ട്രീറ്റ്മെന്റ്, ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ. അപ്പൊ നിങ്ങളോട് ചോദിക്കും OP ഡിപ്പാർട്ട്മെന്റിലെ സർവീസ് ഏതൊക്കെയാണ് അല്ലെ. അങ്ങനെ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ എഴുതണം. ഓക്കെ, ഇതൊക്കെ മനസ്സിലാക്കി വെച്ചാലേ എന്തെങ്കിലും ഓപ്ഷൻ ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് എഴുതാനായിട്ട് പറ്റുള്ളൂ. ക്ലിയർ അല്ലേ? സിമ്പിൾ അല്ലേ? സിമ്പിൾ ആണോ? ഓക്കെ, മിസ് എപ്പോഴും പറയാം അല്ലെ സിമ്പിൾ അല്ലേ സിമ്പിൾ അല്ലേ എന്ന്. പിന്നെന്താണ്? ഒബ്ജക്റ്റീവ്സ് ഓഫ് OPD. ഇതാണ് ഒബ്ജക്റ്റീവ്സ് അല്ലെ. ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? എന്തൊക്കെ ഒബ്ജക്റ്റീവ്സ് ആണ് OPD ഡിപ്പാർട്ട്മെന്റിലുള്ളത് നോക്കാം. എന്താണ്? പ്രൊവൈഡിങ് ക്വാളിറ്റി കെയർ അല്ലെ. ഗുണനിലവാരമുള്ള കെയർ ആർക്ക് പ്രൊവൈഡ് ചെയ്യണം? പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യണം. ക്വാളിറ്റി കെയർ പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യണം. അതാണ് ഫസ്റ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് ഒബ്ജക്റ്റീവ് എന്താണ്? മോഡേൺ ടെക്നിക്സ് ഫോർ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ട്രീറ്റ്മെന്റ്. എന്താണ് പറയുന്നത്? മോഡേൺ ടെക്നിക്സ് ഫോർ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ട്രീറ്റ്മെന്റ്. പഴയ കാല ട്രീറ്റ്മെന്റുകളൊക്കെ മാറ്റിയിട്ട് പുതിയ കാല മോഡേൺ ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്യണം. ആധുനിക ചികിത്സകൾ അല്ലെങ്കിൽ ആധുനിക ടെക്നിക്സുകളൊക്കെ യൂസ് ചെയ്തിട്ട് വേണം രോഗിയുടെ രോഗം നിർണ്ണയിക്കാനായിട്ട് അല്ലെ. മോഡേൺ ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്യുന്നത് വഴി എന്താണ്? പെട്ടെന്ന് രോഗിയുടെ രോഗം കണ്ടുപിടിക്കാനായിട്ടും ബെറ്റർ ട്രീറ്റ്മെന്റ് കൊടുക്കാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് മോഡേൺ ടെക്നിക്സ് യൂസ് ചെയ്യണം. ഓക്കെ, ഇതാണ് ഫെസിലിറ്റീസ് ഫോർ ടോട്ടൽ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. എന്താണ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്? സാറ്റിസ്ഫാക്ഷൻ മീൻസ് എന്തായിരിക്കാം? സാറ്റിസ്ഫാക്ഷൻ സംതൃപ്തി അല്ലെ, സന്തോഷം. രോഗികൾക്ക് എന്താണ്? ഈ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ഈ സർവീസ് OPD സർവീസ് ലഭിക്കുന്നതിലൂടെ എന്താണ്? ഒരു സംതൃപ്തി ലഭിക്കണം എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ സന്തോഷത്തോടെ വേണം അവർ തിരിച്ചു പോകാൻ അല്ലെ. ഒരു കംഫർട്ടബിൾ ഫീലിംഗ് കൊടുക്കണം. നമ്മൾ പഠിച്ചില്ലേ?
അതാണ് പറയുന്നത് ഫെസിലിറ്റീസ് ഫോർ ടോട്ടൽ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. അല്ലെ, ഓരോ ഫെസിലിറ്റീസിനും അല്ലെങ്കിൽ ഓരോ എന്താണ് സർവീസ് കൊടുക്കുമ്പോഴും എന്താണ് രോഗികളുടെ സാറ്റിസ്ഫാക്ഷൻ വേണം. അല്ലെ, രോഗികളെ സാറ്റിസ്ഫൈ ചെയ്തിട്ട് വേണം ആ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി പോകാന്ന് പറയില്ലേ, അങ്ങനെയുള്ള സാറ്റിസ്ഫാക്ഷൻ രോഗികൾക്ക് പ്രൊവൈഡ് ചെയ്യണം. പിന്നെന്താണ് ഗുഡ് പബ്ലിക് റിലേഷൻസ്. അല്ലെ, അവിടെ വന്ന വിസിറ്റേഴ്സ് ഉണ്ടാവാം, അല്ലെ, അല്ലെങ്കിൽ എന്താണ് പേഷ്യൻസ് ഉണ്ടാവാം, അല്ലെ, പേഷ്യൻസിന് റിലേറ്റീവ്സ് ഉണ്ടാവാം, അല്ലെ, വിസിറ്റേഴ്സ് പേഷ്യൻസിനൊക്കെ എന്താണ് ഗുഡ് റിലേഷൻഷിപ്പ്, അവരുമായിട്ട് ഗുഡ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പൊ എന്താണ് ഒബ്ജക്റ്റീവ്സ്? 4 ഒബ്ജക്റ്റീവ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒബ്ജക്റ്റീവ്സ് ഓഫ് OPD. അതിനകത്ത് ഫസ്റ്റ് പോയിന്റ് ആണ് എന്ത്? ക്വാളിറ്റി കെയർ പ്രൊവൈഡ് ചെയ്യണം. പിന്നെ എന്താണ് മോഡേൺ ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്യണം. അങ്ങനെ മോഡേൺ ടെക്നിക്സ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ് ഗുണം? നമുക്ക് പെട്ടെന്ന് രോഗങ്ങളെ ഐഡന്റിഫൈ ചെയ്യാനും ബെറ്റർ ട്രീറ്റ്മെന്റ് കൊടുക്കാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ് പേഷ്യൻസ് സാറ്റിസ്ഫാക്ഷൻ. അല്ലെ, പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ ആണ് പ്രധാനമായിട്ടും വേണ്ടത്. അപ്പൊ എന്താണ് പേഷ്യന്റിന് സാറ്റിസ്ഫാക്ഷൻ കൊടുക്കണം. പിന്നെന്താണ് സംതൃപ്തി നൽകണം. ഓക്കെ, പിന്നെന്താണ് ഗുഡ് പബ്ലിക് റിലേഷൻഷിപ്പ്. അല്ലെ, അവിടെ വന്ന വിസിറ്റേഴ്സിനായാലും പേഷ്യൻസുമായിട്ടും എന്ത് ചെയ്യണം? ഗുഡ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തു പോണം. ക്ലിയർ ആയോ? ഓക്കെ, ഇത്രയും ഇന്ന് എടുക്കണുള്ളൂ ആൻസർ. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം, നാളെ എടുക്കാം കേട്ടോ. ക്ലിയർ ആയില്ലേ ഈ പോയിന്റ്സുകളെല്ലാം? ഓക്കെ, പ്രിന്റ് ഔട്ട് എടുത്ത് വെക്കാത്തവര് പ്രിന്റ് ഔട്ട് എടുത്ത് വെക്കണം. മിസ് പറയാൻ മറന്നു പോയിട്ടാ പ്രിന്റ് ഔട്ട് എടുത്ത് വെക്കാനായിട്ട്. ഓക്കെ, ഇന്റർവെൻഷൻ ഒന്നുകൂടി പറയണോ? എന്താണ് മെഡിക്കൽ കെയർ. അല്ലെ, ആക്ഷൻ ടേക്കൺ ടു ഇംപ്രൂവ് എ മെഡിക്കൽ ഡിസോർഡർ. മെഡിക്കൽ ഡിസോർഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? രോഗം വരുമ്പോ, അല്ലെ, രോഗിക്ക് രോഗം വരുമ്പോ അതിന് എന്താണ് നമ്മൾ ആക്ഷൻ എടുക്കണം. അതിന് രോഗം മാറാൻ വേണ്ടിയിട്ട് നടപടികൾ സ്വീകരിക്കണം. ഇമ്മീഡിയറ്റ്ലി, അല്ലെ, പെട്ടെന്ന് തന്നെ ആ രോഗം ഭേദമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം. ഇന്റർവെൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടപെടൽ. ഓക്കെ, ഞാൻ പറയുന്നത് ക്ലിയർ ആയോ? മനസ്സിലാവുന്നുണ്ടോ? ഇന്റർവെൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടപെടൽ. ഓക്കെ, ഇനി പറയണോ? മനസ്സിലാവാത്തവരുണ്ടോ? ഇന്റർവെൻഷൻ, രോഗം വന്നിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ഭേദമാകാനുള്ള നടപടികൾ സ്വീകരിക്കണം. ഓക്കെ, ക്ലിയർ ആയല്ലേ? ഇനി എന്തെങ്കിലും പറയണോ? എല്ലാവരും വന്നിട്ട് പഠിച്ചുകൊണ്ട് വരണോട്ടാ. അന്ന് എടുക്കണ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് എപ്പോഴും പഠിക്കാനായിട്ട്. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം.